കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചെട്ടിക്കാട് 20-ാം വാർഡ് ആദരവ് സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചെട്ടിക്കാട് 20-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. 20-ാം വാർഡ് മെമ്പർ ജീന ബിജു അധ്യക്ഷത വഹിച്ചു. ചെട്ടിക്കാട് പള്ളി വികാരി റവറന്റ് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, SNDP യോഗം പ്രസിഡന്റ് AV രഞ്ജിത്ത്, കോട്ടുവള്ളിക്കാട് SNMGLPS റിട്ടയർഡ് ഹെഡ്മാഷ് മീനാകുമാരി ടീച്ചർ, SNM പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീകല ടീച്ചർ, കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ, കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനിൽ ഏലിയാസ്, കോൺഗ്രസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് MD മധുലാൽ, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോർജ് തച്ചിലെത്ത്, നിധ രാജീവ്, മുൻ വാർഡ് മെമ്പർമാരായ PM ആന്റണി, ജിൽജോ പാണ്ടിപ്പിള്ളി, കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനിൽ ഏലിയാസ്, യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാക്സൺ RJ, യൂത്ത് കോൺഗ്രസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് ഫെബിൻ ചെട്ടിക്കാട്, ചെട്ടിക്കാട് SNDP ശാഖാ സെക്രട്ടറി TR പ്രകാശൻ, AV രഞ്ജിത്ത്, NK രാജു, നാലുകണ്ടത്തിൽ, പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ, രക്ഷകർത്താക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ്. എല്ലാവർക്കും ഒരുപക്ഷെ A+ കിട്ടി പാസ്സാകാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു പ്രധാന പരീക്ഷകളിൽ നിങ്ങൾ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ വിജയവും ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നമ്മളൊക്കെ എപ്പോഴും ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ അന്ന് അധികം മാർക്ക് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയിൽ കൂടുതൽ നന്നായിട്ട് പഠിക്കുവാൻ ഞാൻ ഒരുങ്ങും, ഞാൻ അതിന് തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സും +2 പാസ്സായി നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഫുൾ A+ ഒക്കെ ഉള്ളവരുണ്ടാകാം, ഇല്ലാത്തവരായിരിക്കാം. അടുത്ത ഒരു പരീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നന്നായിട്ട് ഞാൻ പഠിക്കും, കൂടുതൽ മാർക്ക് വാങ്ങി ഞാൻ പാസ്സാകുമെന്നുള്ളൊരു ഒരു തീരുമാനം എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ നിന്ന് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഒരു വിജയം എന്നത് നിങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്നത്തെ ഈ ലോകത്ത് പുതിയ പുതിയ കോഴ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങിയ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുമാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം തന്നെയാണ്. തെറ്റും ശരിയും നിങ്ങളുടെ മുന്നിലുള്ള തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ നിങ്ങളെത്തട്ടെ. സ്വപ്നങ്ങൾ ഒരുപാട് കാണണം. നമ്മുടെ APJ അബ്ദുൽ കലാം മുൻ രാഷ്ട്രപതി പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്വപ്നം. ആ ഒരു സ്വപ്നത്തിലേക്ക് റിസൾട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വാർഡിലെ എല്ലാ കുട്ടികളെയും ആദരിക്കണമെന്ന് എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. ഞാൻ ആഗ്രഹം എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ കാര്യം ഏറ്റെടുത്തത്. അവർ പറഞ്ഞു നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായി തന്നെ ഇതിനോട് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ് എന്നോടൊപ്പം നിന്നതിനെ.
അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു, വീട്ടിൽ ഞാൻ ചെന്ന് ഓരോരുത്തർ പോയി ക്ഷണിച്ച് അത് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ച്, ചേച്ചി എനിക്ക് ഫുൾ A+ ഇല്ലല്ലോ, ഞാൻ ജയിച്ചിട്ടുള്ളൂ, അപ്പം എൻ്റെ ഫോട്ടോ തന്നോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഫുൾ A+ അല്ല, നമ്മുടെ വാർഡിൽ ജയിച്ച എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതാണ്, അപ്പം നമുക്ക് അതിനകത്ത് ഫുൾ A+ ഒന്നുള്ളോ വേർതിരിവൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് കാരണം കിട്ടിയത്. കാരണം ഈ കുട്ടികളിൽ നിന്ന് വലിയ കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ കരുതുന്നത് ഈ പരിപാടി നടത്തുന്നതിൽ. അപ്പം എനിക്കും അതിലൊരു ഭാഗമാകാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ന്യൂസ് ബ്യൂറോ, പറവൂർ.